ഈ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നതിന് പിന്നാലെ ഏറ്റവും അധികം ചിരിക്കുന്ന രണ്ടുപേരുണ്ട്. PC ജോർജും മോൻ ഷോൺ ജോർജും. ഇതിൽ നമ്മൾ ഷോൺ ജോർജിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയണം. എന്താണെന്നറിയാമോ? ഷോൺ ജോർജ് ഇതിൻ്റെ പുറകെയായിരുന്നു. ആ ഷോൺ ജോർജിനെ എന്തുമാത്രം വട്ടം കറക്കാൻ വേണ്ടി ഈ സർക്കാർ, കഴിഞ്ഞ സർക്കാർ ശ്രമം നടത്തിയിരുന്നതാണ്. എന്നിട്ട് ഒരു ഒറ്റയാൾ പട്ടാളത്തിനെ പോലെ ഷോൺ വിട്ടില്ല. ഈ സകല കോടതിയും കയറി ഇറങ്ങി എല്ലായിടത്തും എത്തി ഈ കേസിൻ്റെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ടത് ഷോൺ ജോർജ്, കോൺഗ്രസ് ചെറുപ്പക്കാരെ. അത് ശരിയാണ്. പക്ഷെ അതിനൊപ്പം തന്നെ പ്രതികരിച്ച ആളാണ് നമ്മുടെ കുഴൽനാടനെ അതിന്റെ പേരിൽ ഒരുപാട് ഇവർ ദ്രോഹിക്കുന്നുണ്ട്. പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നയിച്ച ആളാണ് കുഴൽനാടൻ. എന്തിന്? കുഴൽനാടന് ഇത്തവണ മത്സരിക്കുന്ന സമയത്ത് മൂവാറ്റുപുഴയിലെങ്ങാണ്ട് വെച്ചിരുന്ന ഒരു ഫ്ലക്സ് ഉണ്ട്. ആരുണ്ട്, LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞ് കാരണഭൂതന്റെ വലിയ തലയൊക്കെ ആയിട്ട് വലിയൊരു ഫ്ലക്സ്, അതേ വലിപ്പത്തിൽ അതിന് നേരെ അഭിമുഖമായിട്ട് കുഴൽനാടൻ ഒരു ഫ്ലക്സ് കൊണ്ടുവച്ചു. മാത്യു ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. മാത്യു ഉണ്ട്, അതായത് എന്നെ തല്ലാൻ ആരുണ്ടാ, ഞങ്ങളെ രണ്ടും തല്ലാൻ ആരുണ്ടാന്നില്ല, കീലേരി അച്ചു ചോദിക്കുന്ന പോലെ ആയിരുന്നു. അപ്പൊ മറ്റേ പുള്ളി എന്ന് പറയുന്നു, ഞാനുണ്ട്, മാത്യു ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ ഏറ്റവും രസകരമായിട്ട് ഞാൻ ഇന്ന് കണ്ട ഒരു പോസ്റ്റ്, ഒരു പ്രതികരണം നമ്മുടെ PC ജോർജിൻ്റെയാണ്. പുള്ളി പറയുന്നത് ബൈബിളിലെ പുതിയ നിയമത്തിലെ ഒരു കർണം തടിക്കുന്നവന്റെ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക, ഒരു കർണം തടിക്കുന്നവന് അടുത്ത കർണം കൂടി കാണിച്ചു കൊടുക്കുക എന്നുള്ള ആ കോട്ടിനേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന പഴയ നിയമത്തിലെ പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള, അതായത് അടിക്ക് തിരിച്ചടി. ഇതിന് റിട്രിബ്യൂട്ടറി തിയറി എന്നാണ് ഇതിന്റെ പേര്. ഈ ഇങ്ങനെ ചെയ്യുന്നതിന് വല്ലെന്നുള്ള നമ്മൾ ഇങ്ങോട്ട് ചെയ്യാൻ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം PC ജോർജിനെ കൊടുക്കാൻ പിണറായി വിജയൻ ഒരുപാട് ശ്രമിച്ചു, ഇല്ലേ? ഒരുപാട്. അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നില്ലേ ഇവിടെ വണ്ടിയിൽ? പിന്നെ ഒരു ദിവസം ജയിലിൽ കിടന്നു. ഒരു തവണ പുള്ളിയെ ഇറക്കി വിട്ടു, അടുത്ത ദിവസം പുള്ളിയെ ജയിലിലിട്ടു, ഒരു തവണ ജയിലിലിട്ടു. PC ജോർജിന് പിണറായി വിജയന് PC ജോർജിനുള്ള വെറുപ്പിന് മൊത്തം കാരണം PC ജോർജ് VSന്റെ ആളാണ്. അതായിരുന്നു VSനെ അവിടെ മതികെട്ടാമലയിലും എല്ലായിടത്തും കൊണ്ടുപോയത്. മാത്രമല്ല VSന് ഒരു പ്രതിപക്ഷ നേതാവ്, VSന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരു കാർക്കശ്യക്കാരൻ എന്നുള്ള ആ നിലപാടിൽ നിന്ന് പ്രതിപക്ഷ നേതാവായി മാറിയപ്പോൾ ജനകീയൻ എന്നുള്ള രൂപം കൊടുത്തതിൽ PC ജോർജിന് വലിയ പങ്കുണ്ട്, KM ഷാജാന് പങ്കുണ്ട്. അങ്ങനെ അതിന് ചുറ്റും നിന്ന ഒരുപാട് പേർക്ക് വലിയൊരു പങ്കുണ്ട്. ഈ ഒരു മുന്നണി അല്ലാതിരുന്നിട്ട് പോലും VSുമായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര അടുപ്പമുണ്ട്, നല്ല അടുപ്പമുണ്ടായിരുന്നു. VSന് ഏത് നിമിഷവും PCക്ക് VSന്റെ വീട്ടിൽ ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെ VS ഇങ്ങനെ PCയെ ശരിക്കും, PCക്ക് ഒരു ഗുണമുള്ളത് എന്താ? PC വായി വരുന്നു വിളിച്ചു പറയും, വിളിച്ചു പറഞ്ഞാലും PC-യോട് ആർക്കും വിരോധമില്ലായിരുന്നു. ഇപ്പം ഈ സമീപ ഭാവിയിലാണ് ഈ സാമുദായികമായിട്ടുള്ള പരാമർശങ്ങൾ PC-യുടെ വായിന്ന് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് പൂഞ്ഞാറുകാർക്ക് അടക്കം അവിടെ ഒരു ചേരിതിരിവ് പോലെ തോന്നി, അദ്ദേഹത്തോടൊരു വിരോധം ഉണ്ടായത്, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോക്കാൻ കാരണമായത്. പക്ഷേ PC-ക്ക് ഈ പിണറായി വിജയനോട് ഭയങ്കര കട്ടക്കലിപ്പാണ് പിണറായി വിജയനോട്. അതുകൊണ്ടല്ലോ സദാസമയവും VSനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ PC ജോർജിനെ കൂടെ ആ കൂട്ടത്തിൽപ്പെടുത്തില്ല. VSന്റെ ആളുകളെ ഉപദ്രവിച്ചിരുന്നല്ലോ. അതെ, അത് VSനോട് കൂറ് കാണിച്ചിരുന്ന എല്ലാ നേതാക്കന്മാരെയും പിന്നെ പിണറായി കുരുക്കിയിട്ടുണ്ട്, എത്രയോ പേരെ കുരുക്കിയിട്ടുണ്ട്. അതിലൊന്നും തന്നെയാണ് PC ജോർജ്. ഈ സത്യത്തിൽ ഇപ്പോൾ ഈ ED റെയ്ഡിലേക്ക് നയിച്ചത് ഷോൺ ജോർജിൻ്റെ ആണ്. അതായത് PC ജോർജിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജാണ് ഈ മാസപ്പടി കേസ് പൊക്കിക്കൊണ്ടുവരുന്നതും ഈ എക്സാലോജിക്കിൻ്റെ സേവനം ചെയ്യാതെ പണം വാങ്ങി എന്നുള്ള വസ്തുത പുറത്തു കൊണ്ടുവരുന്നത്. നോക്കൂലി കൊണ്ടുവരുന്ന അതാണ്. പക്ഷേ അവിടെ എല്ലാം ആദ്യഘട്ടങ്ങളിൽ ഷോണിന് തിരിച്ചടി ഉണ്ടായിരുന്നു. പക്ഷെ ഷോൺ വിട്ടില്ല, ഷോൺ പുറകെ നിന്നു. ഷോൺ BJP ചേരുന്നതിന് മുമ്പ് ജനപക്ഷാടന സമയത്ത് തന്നെ ഷോൺ അതിശക്തമായ തോതിൽ ഇതിന് ഇറങ്ങിയിരുന്നു. ഷോൺ BJPയിലേക്ക് വന്നപ്പോൾ നമ്മളെല്ലാം കരുതിയത് വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടികളുണ്ടാകും. പക്ഷേ നമ്മൾ ഉദ്ദേശ വേഗത്തിൽ ഷോൺ പലപല കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ അല്പം സ്പീഡ് കുറഞ്ഞോ, ഇതിൽ അന്തർധാരം ഉണ്ടാകുമെന്നൊക്കെ സ്വാഭാവികം നമ്മളെല്ലാവരും സംശയിച്ചിരുന്നു. പക്ഷേ ഷോൺ വിട്ടില്ല എന്നുള്ളതാണ്. ഷോൺ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു ഇക്കാര്യത്തിന് വേണ്ടി. ഈ ഷോണിൻ്റെ പിന്നിൽ ബിനീഷ് കോടിയേരി ആയിരുന്നു എന്ന് അവർ വക്കീൽ ഓഫീസ് ഒരുമിച്ചാണെന്നല്ലേ? അവർ കൂട്ടുകാരാണ്, അവർ ഒന്നിച്ചിവിടെ നമ്മുടെ ലക്ഷ്മി നായരുടെ ലോ കോളേജിൽ പഠിച്ചവരാണ്. അവർ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചവർ, സുഹൃത്തുക്കളാണ്. എന്നിട്ട് ഈ ബാംഗ്ലൂരുവിൽ ലഹരി മരുന്ന് കേസിൽ ഇദ്ദേഹം കുടുങ്ങുമ്പോൾ, ബിനീഷ് കോടിയേരി കുടുങ്ങിക്കഴിഞ്ഞ് അയാൾ ജയിൽ മോചിതനായി വന്നതിന് ശേഷം ഇവർ എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഇവരുടെ വക്കീൽ ഓഫീസ്, ഇവർ രണ്ടുപേരും കൂടെ കൂടിയാണ് ഈ വക്കീൽ ഓഫീസ് ഇടുന്നത്. ഈ വക്കീൽ ഓഫീസ് ഇവർ ഒന്നിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഈ പോരാട്ടം. ഈ എക്സാലോജിക്കിനും വീണ തൈക്കണ്ടിക്കും എതിരായ പോരാട്ടം അത് സ്വാഭാവികമായിട്ടും ഒരേ ഓഫീസിലുള്ള രണ്ട്
പിന്നെ പോരായെങ്കിൽ ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നയാളാണ് ബിനീഷ് കോടിയേരി. അയാളുടെ അച്ഛനെ മുഖ്യമന്ത്രി കസേരയിൽ വരുന്ന ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ബിനീഷ് കോടിയേരി കേസിൽ കുടുക്കപ്പെട്ടത്. അതിൻ്റെ പിന്നിലുള്ള ഒരു നെക്സസ് ഏതാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അതിനകത്ത് പിണറായി വിജയൻ്റെ പങ്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ബിനീഷ് കോടിയേരിയോ കുടുംബാംഗങ്ങളോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു വിശ്വാസമാണ്, ഈ ബിനീഷ് കോടിയേരി തന്നെയാണ് ഈ രേഖകൾ പൊക്കിയതും ഷോൺ മുഖേന ഓപ്പറേറ്റ് ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ സാധ്യത വളരെ കൂടുതലാണ്. എന്താണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഈ CPM-ലെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കൾ അല്ലെങ്കിൽ അണികളൊക്കെ തന്നെ ഈ പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ ഈ തീവട്ടിക്കൊള്ളയ്ക്കെതിരെ പരസ്യമായ രംഗത്തെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് രഹസ്യമായി അവരത് ചെയ്യുന്നുണ്ടായെന്നുള്ളത് ഉറപ്പാണല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടായത്. മാത്രമല്ല BJP സംബന്ധിച്ചിടത്തോളം അവർ ഇനിയും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ അന്തർധാര ശരിയാണെന്നും ബോധ്യപ്പെടുകയും അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ BJP പുറകെ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ 3 സീറ്റ് കിട്ടിയ ചെറിയ കാര്യമല്ല, പക്ഷേ കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ അപ്പോഴും പലരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും സംശയിച്ചിരുന്നു ഈ ചക്ക സ്ഥാനാർത്ഥിയൊക്കെ നിർത്തിയപ്പോൾ ഇവരും CPM-ഉം തമ്മിൽ അന്തർധാരയുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് സംസ്ഥാന BJP നേതൃത്വത്തിൻ്റെയും കൂടെ കടമയാണ്. കേന്ദ്ര സർക്കാരിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ട് കാണുമായിരിക്കാം. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള വളരെ പ്രൊഫഷണലായ ടെക്നോക്രാറ്റായ ഒരാളിവിടെ സംസ്ഥാന അധ്യക്ഷനായി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ട് കാണും. കാരണം കഴിഞ്ഞ ദിവസം വഖഫിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നടപടി എടുക്കാം, വഖഫിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അവർക്ക് പരിഹരിക്കാമെന്നുള്ളതേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിനെ വിചാരിച്ചാൽ എന്ത് ഇന്ത്യയിൽ ചെയ്യാനുള്ള അധികാരവും എല്ലാം അവർക്കുണ്ട്. പക്ഷേ ഇത് ഈ ഇടയ്ക്ക് നിൽക്കുന്ന ഏതൊക്കെയോ അജ്ഞാത ശക്തികളെയാണ് നമ്മളെപ്പോഴും സംശയിച്ചിരുന്നത്. ഏതൊരു അജ്ഞാത ശക്തികൾ തൽക്കാലം ഇടപെടാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഇതോടുകൂടി ബോധ്യമാവുകയാണ്. ഇപ്പോൾ ഈ ഷോണിന് ഈ കേസിലെ പരാതിക്കാരൻ എന്നുള്ള നിലയിൽ ഷോണിന് ഇപ്പോൾ സെക്യൂരിറ്റി ഏർപ്പെടുത്തി. CRPF-ന്റെ സെക്യൂരിറ്റി എനിക്കൊന്ന് കേന്ദ്രത്തിൽ നിന്നാണ് അത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്രത്തിൽ നിന്നാണ് ഈ അദ്ദേഹത്തിന് ആ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയത്. സെക്യൂരിറ്റി വളരെയധികം വേണ്ടതാണ്. കാരണം ഇയാളെ ചിലപ്പോൾ ഇവന്മാർ കയറി ആക്രമിക്കും. അന്തം കമ്മി അടിമ കമ്മി കൂട്ടങ്ങൾ ഷോൺ ജോർജിനെ ആക്രമിക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. പക്ഷേ ഷോൺ ജോർജ് പറയുന്ന പോരാട്ടം തുടരും. അയാൾ പറയുന്നത് ഇത് മാത്രമല്ല, ഇനിയുണ്ടല്ലോ, ഇതൊരു ഈ എക്സാലോജിക്ക് അല്ലാതെ ഒത്തിരി ഉണ്ട്. അറ്റം മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, അഴിമതികൾ ഇഷ്ടം പോലെ ചൂണ്ടിക്കാണിക്കാൻ ഷോൺ ജോർജിന്റെ കയ്യിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്റർപോൾ എന്ന് ഇടപെട്ടാൽ മതി. CBI ഇത് കേസ് മൊത്തത്തിൽ ഈ പിണറായിയുടെയും കുടുംബത്തിൻ്റെ പേരിലുള്ള ഈ കൊള്ള കേസ് മുഴുവൻ CBI ഏൽപ്പിക്കുകയും അവർ ഇന്റർപോളെ ബന്ധപ്പെടുകയും ചെയ്താൽ എല്ലാം കിട്ടും. വിദേശത്തുള്ള സകല വിവരങ്ങളും ഇവിടെ കിട്ടും. അതാണ്. അപ്പോൾ എന്താണെങ്കിലും ഷോൺ ജോർജും PC ജോർജും അതുപോലെ ഇവരാൽ ദ്രോഹിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരും കൃത്യമായി രംഗത്ത് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടം കപ്പൊക്കെ കയ്യിൽ പിടിച്ച് കപ്പ് വേണോ കപ്പേ എന്ന് പറഞ്ഞ് ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ദുരന്തമായ ദയനീയമായ കാഴ്ചകൾ ഈ തെരുവിൽ കിടന്ന് ഈ പാവപ്പെട്ട CPM അണികൾ ഒരു ഏകാധിപതിക്ക് വേണ്ടി, ഒരു പെരുങ്കള്ളന് വേണ്ടി നെഞ്ചത്തടിച്ച് കരയുന്നതാണ് ഇവിടെ കാണാൻ. ഉള്ളിൽ ചിരിക്കുകയാണ്. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവർ പുറമെ കരയുന്നത് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ എല്ലാവരും ചിരിക്കുകയാണ്. ഈ ആനുകൂല്യം ബിനീഷ് കോടിയേരിക്കോ കോടിയേരി ബാലകൃഷ്ണനോ കിട്ടിയില്ല. അന്ന് എന്തുകൊണ്ട് ബിനീഷ് കോടിയേരി നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇവർ നിരത്തിലിറങ്ങിയില്ല? അതെ. മാത്രമല്ല ഇന്നൊരു നല്ല കാഴ്ച കണ്ടത്, CPM-ൽ കഴിഞ്ഞ തവണ തോറ്റ സ്ഥാനാർത്ഥികളായിരുന്ന നേതാക്കന്മാരെല്ലാവരും ഇന്ന് അണിനിരന്നിരിക്കുക, റോഡിൽ ഇറങ്ങി. ഇവരും കാണാനില്ലായിരുന്നു. ഇവരൊക്കെ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. തോറ്റതിന് ശേഷം പിന്നെ നമ്മളാരും കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാം തോൽക്കാൻ കാരണഭൂതനായ ഒരുത്തിന് വേണ്ടിയാണ് ഈ ഓടി ഇറങ്ങി കിടന്ന് കരയുന്നതെന്ന് ഓർത്തോണം. എന്താണെങ്കിലും പൂഞ്ഞാർ സിംഗം, പൂഞ്ഞാർ അച്ചായൻ, ഇരട്ടച്ചങ്കൻ അച്ചായൻ്റെ മകനും ഇരട്ടച്ചങ്കനായിട്ടുള്ള അപ്പനും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പരട്ടച്ചങ്കൻ എന്ന് നമുക്ക് വേണം, പരട്ടച്ചങ്കനെ ഈ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കും. ഇത്രയും നാളും മുഖ്യമന്ത്രി എന്നുള്ള പ്രൊട്ടക്ഷനിൽ ആണ് ഇയാൾ നിന്നിരുന്നത്. ഇപ്പോൾ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. കണ്ണുരുട്ടിയ പിന്നെ അധികാരത്തിൽ ഇയാൾ വീണ്ടും വരുമെന്നൊരു തോന്നൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായി. അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവർ ഒന്നാം സ്വർണ്ണക്കടത്ത് കേസിന്റെ കാലത്ത് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കാൻ അവർ ശ്രമിച്ചു. ഇവരിവിടെ വിജിലൻസിനെ വെച്ച് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കും. ഉദ്യോഗസ്ഥർ പേടിച്ചു പോയി. ഇപ്പൊ വീട്ടിലെ സോഫ ഇരുത്തി ചോദ്യം ചെയ്ത് ചിലപ്പോൾ അടുത്തിന് ഇരുമ്പ് കസേര ഇരുത്തിയിട്ടായിരിക്കും ചോദ്യം ചെയ്യാൻ അങ്ങോട്ട് ചെന്നാൽ അവരകത്ത് കയറ്റിയാൽ. എന്തായാലും ഈ കേരളം ആഗ്രഹിച്ചിരുന്ന ഒരു തിരിച്ചടിയാണ് അത്. ഏതായാലും വളരെ നന്നായി.